ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ വെണ്ടക്കായ മേടിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൃശ്ശൂർക്കാരെല്ലാവരും വെണ്ടക്കായ ഇങ്ങനെ കറികൾക്ക് ഇങ്ങനെ ഉപ്പേരിയായിട്ട് വെക്കണതിന് ഉപ്പേരി എന്നാണ് അധികം പറയാറ് കേട്ടോ. അപ്പോൾ ഇത് വെണ്ടക്കായ ഉപ്പേരിയാണ് നമ്മളിത് വെക്കണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല, ചെറിയ ഉള്ളിയാണ്. അതും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ചതച്ച് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഉപ്പേരി കൂട്ടാനിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാണ്. എന്നാലാണ് കറിക്കൊരു മണം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നാളികേരം, ഇത്ര നാളികേരം വേണ്ട, നമുക്കൊരു പിടിയ വേണ്ടോ, ഞാൻ എടുത്തപ്പോൾ അങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് സബോള കുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സബോളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം ചതച്ച മുളകാണ് വെച്ചേക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലെല്ലാം കൂടിയിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കായ്ക്കും ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് സബോള, അരിഞ്ഞ് വെച്ച സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വേവിക്കുന്നതിൻ്റെ ഒപ്പമല്ല, ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയിലാണ് ഈ കറി വെക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാളികേരം. ആ നാളികേരത്തിൽ നമ്മൾ ഒരു പിടി മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കല്ലുപ്പാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് നന്നായി ഇത് കൂട്ടി തിരുമ്പി ഇതുപോലെ വെക്കുക. അപ്പോൾ ഈ മഞ്ഞപ്പൊടിയും ഉപ്പും സബോളയും ഇതെല്ലാതും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൈ കൊണ്ട് നന്നായി പിടിക്കണം, പരത്തി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായി പരത്തി വെക്കുക. ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരിക്ക് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ നമുക്ക് ഉള്ളി നല്ല പോലെ മൂത്ത് വരണം കേട്ടോ. അപ്പം നല്ല ചുവന്ന കളറായിട്ട് വരും. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ടാണ് ചുവന്ന കളറ് അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടോ. ഉള്ളി എല്ലാതും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ കളറ് പോരാ, നമുക്ക് കുറച്ചും കൂടി കളറ് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇളക്കി കൊടുത്തില്ലെങ്കിലേ പെട്ടെന്ന് ചില ഉള്ളികൾ ഒരു വശം കരിയും, ചിലത് ആവില്ല. അപ്പം നമ്മൾ ഇതേപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാതും നല്ല കളറായി വന്നു. ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കാനാണ് ഇങ്ങനെ അരിവശത്ത് നീക്കി കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കത് മുളക് ഇട്ട് കൊടുക്കാം. മുളക് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ തിരി നന്നായി കുറച്ച് വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഉള്ളി ചതച്ച് വെച്ച ഉള്ളിയും വേപ്പിൻ്റെ ഇലയും മുളകും എല്ലാതും നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൊരിഞ്ഞതിലേക്ക് നമുക്ക് നേരത്തെ കൂട്ടി തിരുമ്പി വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായൊക്കെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുളകിലേക്കൊക്കെ ആയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ തീയിൽ ഇത് നമുക്ക് മൂടി വയ്ക്കാം. വെണ്ടക്കായ എല്ലാതായിട്ട് കൂട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ വെണ്ടക്കായൊക്കെ എന്തായി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമുക്ക് മൂടിക്കൊന്ന് തുറന്ന് നോക്കാം. വെണ്ടക്കായ ഇങ്ങനെ കുറേശ്ശെ വെന്ത് തുടങ്ങണമല്ലോ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം, ഇതിൽ പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ചിലർക്ക് ഉപ്പ് കൂടുതലുള്ളവരുണ്ടാവും, ചിലർ ഉപ്പ് കുറവുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ വീണ്ടും നമുക്ക് ഇത് മൂടിയേക്കും. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഇത് ചേർത്തിട്ടൊന്നുമില്ല, നാളികേരത്തിൻ്റെ വെള്ളം ഇത് കൂടിയിട്ടാണ് ഇതിങ്ങനെ വെന്ത് തന്നെ. അപ്പോൾ ഈ വെണ്ടക്കായ്ക്കൊരു എന്താ പറയുക പശപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ മൂടി വയ്ക്കുകയാണ്. നമുക്ക് വെണ്ടക്കായ ഉപ്പേരിക്ക് എന്തായെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പറയാം നമ്മൾ ഇതിൽ ആവിയിൽ വേവിക്കുന്ന കാരണം അതിൻ്റെ വെള്ളം എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വെണ്ടക്കായൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്നും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്ത് കൊടുക്കാനായിട്ട് തീ സ്വല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് വെള്ളം വെറ്റി കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ വെണ്ടക്കായ ഉപ്പേരിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെള്ളക്കായ്ക്ക് വെന്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉലർത്തിയെടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി നമുക്കിതുപോലെ വെള്ളം കൂടി ഒന്ന് വെറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഇത്തിരി നമുക്കൊരു കുഴച്ചിട്ട് വരുന്നതിനാണെങ്കിൽ നമുക്കപ്പോൾ ഒരു ചോറിനൊക്കെ കഴിക്കാൻ പാകത്തിനാണ് ഇതിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഈ വെണ്ടക്കായ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ.